ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലെടുപ്പത്ത് വെച്ച് പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു. പിന്നെ ഇന്ന് മണിക്കുട്ടന് ട്യൂഷനുണ്ട്, പക്ഷേ ഉച്ചതിരിഞ്ഞ് 6 മണിക്കാണ്. അത് കാരണം കാലത്ത് തിരക്കൊന്നും പിടിച്ച് പോകണ്ടെന്ന്, ശനിയാഴ്ചയല്ല, അത് കാരണം സ്കൂളില്ലല്ലോ. പിന്നെ വാവച്ചിക്കാണെങ്കിൽ കാലത്ത് 10 മണിക്കാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ വേഗം ഞാൻ അത് അരിച്ചെടുത്തു. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ ആയി വന്നപ്പോൾ വേഗം അതൊക്കെ അരിച്ചെടുത്തു. 2 പേർക്കുള്ള പാലൊന്നും മാറ്റി വെച്ചില്ല. ഇന്നലെ വൈകുന്നേരം എന്നോട് പറഞ്ഞു പാല് വേണ്ട, ചായ മതിയെന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ അരിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ആറ്റി കൊടുത്തു. പിന്നെ ഇന്ന് ചാറുകറിയായിട്ടൊന്നും വെക്കണില്ല. ഇന്നലെ കാലത്ത് ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ സാമ്പാറുണ്ട്, അപ്പോൾ സാമ്പാർ മതി. പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നാശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സാമ്പാറും പിന്നെ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് വരുമ്പോൾ തക്കാളി, ബീട്രൂട്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തക്കാളിയും പിന്നെ ഇഞ്ചി, പച്ചമുളകും പിന്നെ വേപ്പിലൊക്കെ കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചു. എന്നിട്ട് വേഗം ഞാൻ ചായ എടുത്ത് കുടിച്ചു. എപ്പോഴും ചായ എടുത്ത് വെക്കും, പിന്നെ ഞാൻ ഓരോ പണികൾ ചെയ്തിട്ട് ചായ കുടിക്കാനായിട്ട് വൈകും. അപ്പോൾ ചായ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ കുടിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ ചൂട്ടോടക്കനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി എനിക്ക് വേഗം ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ബീട്രൂട്ട് കുക്കറിൽ 1-2 വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു വട്ടം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേ ചേച്ചി ഇതുപോലെ ചെയ്യുന്നത് കണ്ടു. കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല പാകമായി വന്നു. പക്ഷേ വെള്ളം ഒഴിക്കുകയോ ഇല്ലയെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് കാരണം വെള്ളത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് വറ്റിച്ചെടുത്തു. അപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ വാരി കളഞ്ഞിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് തലേദിവസം അരിഞ്ഞ് വെച്ചാലേ അതിൻ്റെ ആ ചുവപ്പുമായൊക്കെ പോവും. അത് കാരണം അത്ര വലിയ രസം ഉണ്ടാവില്ല. അത് കാരണം ഞാൻ ബീട്രൂട്ട് തലേദിവസം ഒന്നും അരിഞ്ഞെടുത്തില്ല. ബീട്രൂട്ട് അരിഞ്ഞ് തരാൻ പറഞ്ഞാൽ മണിക്കൂട്ട് അരിഞ്ഞ് തരികയൊക്കെ ചെയ്യും, പക്ഷേ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞൊന്നും എടുത്തില്ല. അപ്പോൾ കാലത്ത് പിന്നെ ചോപ്പർ ഉണ്ടല്ലോ, അത് കാരണം പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ ബീട്രൂട്ടൊക്കെ ചോപ്പറിൽ ഒക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തു. പക്ഷേ ഇത് വലിയ ഉപകാരമാണ് നമുക്ക്. ആദ്യമൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ, അത് കാരണം മുട്ടിയിലൊക്കെ വെച്ച് അരിഞ്ഞെടുക്കണം. പക്ഷേ ഇത് ഏതളവ് വേണോ, എങ്ങനെ നൈസ് വേണോ, ഇത്തിരി കനം വേണോ, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ 3 ബീട്രൂട്ടാണ് എടുത്തത്. ഇവിടെ വാവച്ചിക്കും മണിക്കൂട്ടിനൊക്കെ നല്ല ഇഷ്ടമാണ് ബീട്രൂട്ട്. പക്ഷെ മണിക്കൂട്ടിന് മുളക് പൊടി ഇടുന്നത് ഇഷ്ടമില്ല, പച്ചമുളക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കണതാണ് ഇഷ്ടം. പക്ഷെ ഞാനിന്ന് പച്ചമുളക് ഇട്ടു, പിന്നെ മുളകും പൊടി ഇട്ടു. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് അത്ര ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരെണ്ണം കൂടി ഉണ്ട്, ചെറിയ 2 പിന്നെ ഒരു വലിയതായിരുന്നു. പക്ഷേ ഇന്ന് സ്കൂളില്ലാത്ത കാരണേ അതൊക്കെ ചിലവായിക്കോളും. എന്നിട്ട് ഞാൻ വേഗം ചോപ്പറൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്തു. അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങൾ നോക്കുമ്പോൾ ഒരു സിങ്ക് നിറച്ച് പാത്രങ്ങളുണ്ടാവും, പിന്നെ അത് കഴുകാൻ നിൽക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടെന്ന്, അത് കാരണം ഞാൻ ആവണ പാത്രങ്ങളൊക്കെ ഒരുമിച്ച് കഴുകി വെക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചത് വേഗം കുക്കറിൽ വാരിയിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. എന്നിട്ട് ഞാനത് കുക്കറിൽ അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സാമ്പാർ ചൂടാക്കിയെടുക്കണം. പിന്നെ ഞാൻ സാമ്പാറുള്ള കാരണം ഇന്നലെ വൈകിട്ട് അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ചട്നിക്കുള്ള നാളികേരമൊക്കെ വേഗം ഉടയ്ക്കുമ്പോൾ നാളികേരത്തിൻ്റെ ഉള്ളിൽ വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉടച്ചത്. പക്ഷേ നോക്കിയപ്പോൾ തുണ്ട് വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നല്ല ചൂടല്ലേ, അപ്പോൾ വെള്ളമൊക്കെ വെറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നാളികേരമൊക്കെ ചിരകിയെടുത്തതിന് ശേഷം ചട്നി അരച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. സാമ്പാർ മാത്രം മതി, പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചത് കുറച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം 2 അല്ലി ചുമന്നുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ചട്നിയുടെ പണിയും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാവ് നോക്കിയപ്പോഴേ എണീറ്റ വശം നോക്കിയപ്പോൾ അത്ര പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടത്. സാമ്പാർ കുറേ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വേഗം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ സാമ്പാറൊക്കെ കളയേണ്ടി വരും. അപ്പം അങ്ങനെ അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറും തിണ്ടൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എണീറ്റ വശം നോക്കിയപ്പോൾ അത്ര പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. അത് കാരണം ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരിയൊക്കെ അരിയൊക്കെ മാവൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം സാമ്പാറിലേക്കുള്ള കടുകൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുകും വറ്റൽമുളകും പിന്നെ കരിവേപ്പിലയൊക്കെ പൊട്ടിച്ചു. അപ്പോൾ കരിവേപ്പില ഞാൻ ഇന്നലെ കടയിൽ ചോദിച്ച് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കടയിൽ കയറുമ്പോഴേ മറക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ഓർമ്മ വെച്ചിട്ട് ചോദിച്ചു
പൊടിച്ച് വാങ്ങിച്ചു. അപ്പം അങ്ങനെ കടുക് ചട്നിയിലേക്കുള്ള കടുകൊക്കെ വറുത്തിട്ടതിന് ശേഷം ഇനി എനിക്ക് ബീട്രൂട്ട് മുളകിട്ടെടുക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് ഇത്തിരി നേരത്തെ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച ഒന്നും ഇത്ര നേരത്തെ എണീക്കാറില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും പിന്നെ നോക്കിയപ്പോൾ ഇത്തിരി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം ഇഡ്ഡലി തട്ടമൊക്കെ ഇഡ്ഡലിയുടെ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തു. എന്നിട്ട് ഞാൻ വേഗം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വാവച്ചി പറഞ്ഞു അവൾക്ക് വേണ്ട ഇഡ്ഡലി, അവൾക്ക് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട്, നീ ഉണ്ടാക്കിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്ര അരച്ച് വെച്ചാൽ പിന്നെ വൈകിട്ടത്തേക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ട് അമ്മ ദോശ ഉണ്ടാക്കി തരാം, ഇപ്പം ഞാൻ നിങ്ങൾക്കുള്ള ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ബാക്കി വരുന്നൊക്കെ പറഞ്ഞ ആളേനെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഇഡ്ഡലി കഴിക്കണാവോ ദോശ കഴിക്കണാവോ അറിയില്ല. അപ്പം അങ്ങനെ വേഗം ഞാൻ ഇഡ്ഡലി തട്ടിലൊക്കെ ഒഴിച്ചിട്ട് വേഗം ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ എനിക്ക് സാമ്പാർ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എണീറ്റ വശന്നെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ തണുപ്പോടക്കനെ അടുപ്പത്ത് വെച്ചാൽ ചിലപ്പോൾ ഇനി നാശാവോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇനി ഞാൻ സാമ്പാറൊക്കെ തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പേരിയിലേക്കുള്ള ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള 2 സബോളയൊക്കെ വേഗം അരിഞ്ഞെടുത്തു. അപ്പോൾ സബോള ഇട്ടിട്ട് ഉള്ളി ചതച്ചില്ല, സബോളയും പച്ചമുളക് പിന്നെ കടുക് വറുത്തില്ല, വെറുതെ സബോളയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് അതിൽ ഞാൻ ആവശ്യത്തിന് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് ഞാൻ നാളികേരം മറ്റേ ചട്നിയിലേക്ക് ചിരകിയപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ നാളികേരം കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വേഗം സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അതൊക്കെ കഴുകിയിട്ട് വേഗം കുനുകുനുന്നനെ അരിഞ്ഞെടുത്തു. അപ്പം ഇനി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഉപ്പേരി മുളകിടാനായിട്ട് നോക്കണം. പിന്നെ കുളി കാലത്ത് തന്നെ കഴിഞ്ഞ കാരണം പിന്നെ ഡ്രസ്സ് മാറി ഇനി പോവല്ലേ വേണ്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, പിന്നെ മണിക്കൂട്ടിന് വാവിച്ചിക്കൊന്നും സ്കൂളിലേക്ക് പോകണ്ടാത്ത കാരണം അത്ര വലിയ തിരക്കില്ല. അവർക്കൊന്നും ചോറാക്കണ്ടല്ലോ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമല്ല ചോറാക്കണ്ടോ. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ സബോളയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളക് നോക്കിയപ്പോഴേ ഉണങ്ങിയ പച്ചമുളകായിരുന്നു. പക്ഷേ അത് ഞാൻ 2-3 ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ എരിവ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തത്. പക്ഷേ മണിക്കൂട്ടിന് ഇഷ്ടമല്ലേ മുളകും പൊടി ഇടുന്നത്, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ടിനൊരു മധുരമല്ല, അപ്പം ഞാൻ ഇത്തിരി എരിവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം മുളകും പൊടി ഇട്ട് കൊടുത്തു. പക്ഷെ നോക്കിയപ്പോഴേ നല്ല എരിവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളികേരം ബാക്കി ഉണ്ടായിരുന്നു, അതും ഞാൻ അതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉപ്പേരിയൊക്കെ സെറ്റാക്കി എടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ, അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം സാമ്പാർ തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇപ്പോൾ പണി കഴിഞ്ഞ് എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കയ്യോടെ ഞാൻ പറഞ്ഞില്ലേ ഓരോന്നായിട്ട് കഴുകിയെടുക്കുകയെന്ന്. അല്ലെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് നോക്കുമ്പോഴേ നിറച്ച് പാത്രവും പിന്നെ മറ്റേ തിണ്ടും കാര്യങ്ങളൊക്കെ ആകെ ഇതായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്ക് ഈ തിണ്ടും ഇതൊക്കെ എത്ര തിരക്കായാലും ഞാൻ ജോലിക്ക് പോകുമ്പോഴേക്കും അതൊക്കെ തുടച്ചിടും. പിന്നെ വാവച്ചിക്ക് സ്കൂളില്ലെങ്കിൽ മാത്രം ഞാൻ ഇത്തിരി ചെയ്യാനായിട്ട് പിന്നിലേക്ക് നിൽക്കും. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ നീറ്റാക്കി നല്ല വൃത്തിയാക്കി ഇടും. പക്ഷെ ഇന്ന് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അവൾ പാത്രങ്ങൾ കഴുകുമ്പോഴേ കുറേ വെള്ളം അവൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനാകുമ്പോൾ അത്രയ്ക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ചെയ്തു. പക്ഷേ ആളുള്ള വെള്ളം ടാങ്കിലെ വെള്ളം മുഴുവൻ എടുത്തിട്ട് വെള്ളത്തിന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ക്ഷാമമുണ്ട് എന്ന്. പക്ഷേ അപ്പം അങ്ങനെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും ചട്ടിയൊക്കെ ചൂടായി, സാമ്പാറും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ സബോളയും പച്ചമുളകൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് വേപ്പിലിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ നന്നായിട്ട് അത് വഴറ്റി വന്നപ്പോൾ ഞാൻ പിന്നെ അതിൽ മുളകും പൊടി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ എരിവ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളകും പൊടി ഇട്ടത്. പിന്നെ ഇത് നല്ല മധുരമല്ലേ ബീട്രൂട്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് തുറന്ന് നോക്കിയപ്പോഴേ അപ്പടി വെള്ളം. അപ്പോൾ എനിക്ക് അന്ന് ചേച്ചി വെള്ളം ഒഴിക്കോ ഇല്ലേ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അത് കാരണം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാരില്ല അതിലിട്ട് വറ്റിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അതൊക്കെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരമൊക്കെ നിന്ന് ഇളക്കിയെടുത്തു. എന്താണെന്ന് വെച്ചാൽ വെള്ളം വറ്റുണ്ടോ എന്ന് അറിയാനായിട്ട് നിന്നൊക്കെ ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് നോക്കിയപ്പോഴേ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഉപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഞാൻ കല്ലുപ്പ് ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കല്ലുപ്പിൻ്റെ കണക്ക് അത്ര അറിയാത്ത കാരണം എപ്പോഴും പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ വേഗം പൊടിയൊക്കെ അതിലിട്ട് കൊടുത്തു, പാത്രത്തിലിട്ട് കൊടുത്തു ഭരണിയിൽ. അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോഴേക്കും വാവച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. ആളെനിക്ക് അത്യാവശ്യം എന്തെങ്കിലും പിന്നെ കയ്യുമ്പോൾ കണ്ട കാരണേ 2 പേർക്കും നല്ല വിഷമാണ്. അമ്മയ്ക്ക് വേദനയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എന്തെങ്കിലുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ഇന്ന് സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ ആയി വന്നപ്പോൾ അത് ആറാനായിട്ട് അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഉപ്പേരിയിലെ വെള്ളമൊക്കെ വെറ്റി വന്നപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള നാളികേരമൊക്കെ അതിലിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചട്നിയിലേക്ക് അരച്ച നാളികേരമായിരുന്നു. പക്ഷേ
ചിരകിയ നാളികേരമായിരുന്നു. പക്ഷേ ബാക്കി വന്നാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ഉപ്പേരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതൊക്കെ നന്നായി യോജിപ്പിച്ചു. അതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നല്ല അടിപൊളി ഉപ്പേരി തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉപ്പേരി ആയി വന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, ചോറും ആയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയും ചൂടാറി വന്നപ്പോൾ ഞാൻ വാവച്ചി ഒരു തട്ടിൽ ഇഡ്ഡലിയൊക്കെ എടുത്തു. അപ്പോൾ ആളെടുക്കുമ്പോഴേ നമ്മൾ എടുക്കണ പോലെ അത്ര അറിയില്ലല്ലോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പേന കത്തി കൊണ്ടാണ് എടുക്കണത്, സ്പൂൺ കൊണ്ടാണ് എടുക്കാറ്. പക്ഷെ ഇന്ന് അവൾ കത്തി എടുത്തിട്ട് എടുത്ത കാരണം ഞാനും ബാക്കിയുള്ളതും അങ്ങനെ എടുത്തു. എന്നിട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ്, അത്ര പൊന്തി വന്നിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയി വന്നു. അപ്പോഴേക്കും ഞാൻ കഴുകിയ പാത്രങ്ങൾ ഒക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കയ്യിലും കാര്യങ്ങളൊക്കെ, അപ്പോഴും എനിക്ക് എൻ്റെ കൈ ഇഡ്ഡലി ചെമ്പുമ്മ തട്ടിയിട്ട് പൊള്ളി. അപ്പോൾ ഭാവിച്ചെന്നോട് പറയായിരുന്നു അമ്മ ഇനിയും കൈയും കാലൊന്നും പൊള്ളിക്കണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറും കറിയൊക്കെ ആക്കി. അപ്പോൾ വേഗം ബിജാഷേട്ടനുള്ള ചോറൊക്കെ ആക്കി. പിന്നെ ഞാൻ വേഗം കറിയാക്കി. പിന്നെ ഞാൻ എനിക്കുള്ള ചോറൊക്കെ ആക്കി ജോലിക്ക് പോവാണ്. നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.